നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ചിക്കൻ കുറുമയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഗീ റൈസ് ഉണ്ടാവില്ല, ഗീ റൈസ്, അതുപോലെ തന്നെ പുലാവ്, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള റൈസും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും അതുപോലെ ഒരു 20 അല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് ഒന്ന് ചതച്ച് വെക്കണം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ മുളക് പൊടി വേണം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ. പിന്നെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ വെളുത്തുള്ളിയും ഇഞ്ചിയും, അത് പേസ്റ്റ് ആക്കിയപ്പോൾ ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ വന്നിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് ഇപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇതിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം എത്ര സമയം നമുക്ക് വെക്കാൻ പറ്റുന്നു, അതായത് മാരിനേറ്റ് ചെയ്തിട്ട് എത്ര സമയം വെക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ട് 2 മണിക്കൂർ ആവാറായി. അപ്പോൾ നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാണ്, നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 4 ഏലയ്ക്ക തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് സവാളയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പോലെ തന്നെ വഴന്നു വന്നോട്ടെ. ഇതുപോലെ ആയിട്ട് വരണം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ ഒരു അളവൊന്നും പറയില്ല. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ സ്പൂണിൽ, ഒരു ടേബിൾ സ്പൂണിൽ ഫുള്ളായിട്ട് പകുതിയായിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് തണുക്കണം. അപ്പോൾ ഇത് ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ. ശരിക്കും ആ ഒരു ഉള്ളിയുടെയും തൈരും എല്ലാം കൂടി നല്ലൊരു മണമാണ്. ഇനി വേറൊരു പാനിൽ ഓയിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, ഒരു 5 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരണം കേട്ടോ ഈ ചിക്കനൊക്കെ. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർക്കുകയാണ്. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ആ ഉള്ളി അരച്ച ആ ഒരു വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ പച്ചമുളക് 2 എണ്ണം ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്, അതല്ലാതെ ഒരു 1/4 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതിയേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നല്ലൊരു ഡിഫറൻസ് ആണ്. പിന്നെ നമുക്ക് തേങ്ങരയ്ക്ക് ഒന്നും വേണ്ട. ചപ്പാത്തി അതുപോലെ തന്നെ നല്ല ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ പുലാവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.